ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പരിപാവനമായ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുവാനും നിരവധിയായ ഭാഗവതോത്തമർ അറിവ് പകർന്ന ഈ സത്രവേദിയിൽ പങ്കെടുക്കാനും കഴിയുന്നത് ഭാഗ്യമായി കരുതുന്നു. ഇടത്തിൽ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് പവിത്രമായ ഈ പുണ്യവേദിയെ ആദ്യമായി നമസ്കരിക്കുന്നു. എന്റെ ഗുരുനാഥനും ആചാര്യശ്രേഷ്ഠനുമായ മധുസൂദന വാര്യർ സാർ, ആചാര്യശ്രേഷ്ഠന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, അമ്മമാരെ, എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഒരിക്കൽ മായയെ കടക്കുവാനുള്ള വഴി എന്ത് എന്ന നിമി ചക്രവർത്തിയുടെ ചോദ്യത്തിന് മറുപടിയായി പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ ഭാഗവത ധർമാനുഷ്ഠാനം ഉപദേശിക്കുന്നു. ശ്രീഹരിയുടെ ലീലകൾ, മഹിമകൾ ഇവ കേൾക്കുക, കീർത്തിക്കുക, ധ്യാനിക്കുക. ശ്രവണം, കീർത്തനം, ധ്യാനം ഹരേരേദ്ഭുത കർമ്മണ ജ്ഞാന കർമ്മ ഗുണാനാംശ്ച തദർത്തോ അഖില ചേഷ്ടിതം. ശ്രീമദ് ഭാഗവതം മഹാവിപത്തുക്കളെ അലിയിച്ചു കളയുന്ന മഹാസാഗരമാണ്. കൊടിയ പാപങ്ങളെ എരിച്ചു കളയുന്ന കാട്ടുതീയാണ്. ശാന്തിയുടെ അമൃതവർഷം പൊഴിക്കുന്ന കാർമേഘങ്ങളാണ്. കൃഷ്ണപ്രീതി അനുദിനം വർദ്ധിപ്പിക്കുന്ന ഈ ശുദ്ധഗംഗാമൃതത്തെ നിരന്തരം പാനം ചെയ്ത് പരമപുരുഷാർത്ഥമായ മുക്തി നേടാൻ നമുക്ക് സാധിക്കും. വിശ്വമൈത്രി ഭാവമാണ് ഭാഗവത ധർമ്മം. കാമക്രോധ ലോഭമോഹ മത മത്സര്യരഹിതമായ പുണ്യപുരാണ സാരം. 18 മഹാപുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മഹാപുരാണങ്ങളും ഉപപുരാണങ്ങളുമാണ് നമുക്കായി രചിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠതയും പ്രാമുഖ്യവും മഹാഭാഗവത പുരാണത്തിന് തന്നെ. 10 ലക്ഷണങ്ങൾ തികഞ്ഞവയാണ് മഹാപുരാണങ്ങൾ. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, വിശാലകഥ, നിരോധം, മുക്തി, ആശ്രയം. സർഗശ്ച പ്രതിസർഗശ്ച വംശാനുചരിതം ചൈവ പുരാണം പഞ്ചലക്ഷണം. സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം എന്നീ 5 ലക്ഷണങ്ങൾ തികഞ്ഞവയാണ്. 12 സ്കന്ധങ്ങൾ, 335 അധ്യായങ്ങൾ, 18,000 ശ്ലോകങ്ങൾ. ഇതാണ് ഭാഗവത മഹാപുരാണ സ്വരൂപം. അർത്ഥോയം ബ്രഹ്മശാസ്ത്രാണാം ഭാരതാർത്ഥ വിനിർണയ ഗായത്രീ ഭാഷ്യരൂപോസല വേദാർത്ഥ പരിവർണിത പുരാണാനാം സാരരൂപ സാക്ഷാൽ ഭാഗവതോദിത ദ്വാദശ സ്കന്ധ സംയുക്ത തഥാ വിച്ഛേദ സംഹിത ഗ്രന്ഥോഷ്ടാദശ സഹസ്ര ശ്രീമദ് ഭാഗവതാഭിധ. ബ്രഹ്മസൂത്രങ്ങളുടെ എല്ലാ അർത്ഥവും ഇതിലുണ്ട്. ഗായത്രി മഹാമന്ത്രത്തിന്റെ ഭാഷ്യം എന്ന നിലയിലാണ് ഇതിന്റെ രചന തന്നെ എന്ന് കാണാം. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഭാഗവത സാരം പ്രവചിച്ചത്. സർവവ്യാപിത്വം ഈശ്വരധർമ്മം, സർവരക്ഷാകരമായ ജ്ഞാനമാണത്. പരീക്ഷിത് മഹാരാജാവിനെ ശ്രീശുക ബ്രഹ്മർഷി ബോധിപ്പിച്ചത് ഈ തത്വം തന്നെയാണ്. സർവവ്യാപിത്വം ഈശ്വരധർമ്മം, ഈ തത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷിത് മഹാരാജാവിന് ലഭിച്ച ഈ ജ്ഞാനം പിന്നീട് ലോകത്തിന് തന്നെ ശ്രേയസായി ഭവിച്ചു. അർജുനപുത്രനായ ചന്ദ്രവംശത്തിലെ മഹാരാജാവായിരുന്നു പരീക്ഷിത്. കൃഷ്ണാനുഗ്രഹത്താൽ ജീവിച്ചവൻ. നായാട്ടിനായി വനത്തിൽ വെച്ച് വൃദ്ധ തപസ്വികളോട് ചെയ്ത ക്രൂരത, അതിൽ ദുഃഖിതനായ മുനിപുത്രന്റെ ശാപവും. പരീക്ഷിത് മഹാരാജാവ് 7 ദിവസത്തിനകം തക്ഷകന്റെ കടിയേറ്റ് മരിക്കട്ടെ. ശാപവൃത്താന്തമറിഞ്ഞ പരീക്ഷിത് മഹാരാജാവ് ഗംഗാനദീ തീരത്ത് പ്രായോപവേശം ആരംഭിച്ചു. ആ ഘട്ടത്തിൽ വ്യാസപുത്രനും പരമഹംസനുമായ ശ്രീശുക ബ്രഹ്മർഷി 7 ദിവസം കൊണ്ട് പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ച തത്വമാണ്, ചരിത്രമാണ്
ഭാഗവതത്തിന്റെ സത്ത. അതിലൂടെ ബ്രഹ്മാനുഭൂതിയിലെത്തി ബ്രഹ്മരൂപം പ്രാപിച്ച പരീക്ഷത്തിനെയാണ് പിന്നീട് തക്ഷകൻ ദർശിച്ചത്. അങ്ങനെ ശാപഹസ്തനെ അമൃതമായ മുക്തിയിലേക്ക് നയിച്ച ശുഭോപദേശമാണ് ശ്രീമദ് ഭാഗവതം. മൃത്യോർമാ അമൃതംഗമയ എന്ന മന്ത്രത്തിന്റെ സഫലീകരണത്തിനായുള്ള അനന്യമായ അക്ഷരപന്ഥാവ്. ക്രോധവർജനം, ദുഃഖവർജനം, അതാണ് ഭാഗവത ധർമ്മം. അതാണ് ഭാഗവത ധർമ്മം. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ പ്രേമം അത് ഈശ്വരനിലേക്കാകുമ്പോൾ അത് ഭക്തി എന്ന അമേയമായ ഭാവമാകുന്നു. അത് ഗുരുമുഖത്തു നിന്നാകുമ്പോൾ അതീവ ശ്രേഷ്ഠകരമാകുന്നു. ഈ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ധ്രുവനെന്ന ശ്രേഷ്ഠനായ ഭാരതത്തിൽ. മനുവംശ ചരിതം ഗംഗയാറ് പോലെ ഒഴുകി ശ്രീഹരിയുടെ അംശമായ മനുവിന് ശതരൂപാദേവിയിൽ പ്രിയവ്രതനെന്നും താരപാതനെന്നും 2 പുത്രന്മാർ ജനിച്ചു. പ്രിയവ്രതൻ ഭൗതിക ജീവിതം കാക്ഷിച്ചില്ല. താരപാതൻ സുനീതിയെ പരിഗണിച്ചു. സന്താന ഭാഗ്യമില്ലാത്തതിനാൽ സുനിജിയെ കൂടി വിവാഹം കഴിച്ചു. കാലശേഷം 2 പത്നിമാർക്കും കുട്ടികൾ ജനിച്ചു. സുരുചിയെ രാജാവ് അധികം സ്നേഹിച്ചു. സുരുചിയിൽ ജനിക്കുന്ന പുത്രന് രാജ്യഭാരം നൽകാമെന്നൊരു പ്രതിജ്ഞയും രാജാവ് മുൻപേ നൽകിയിരുന്നു. നീതിബോധമുള്ള മനസ്വിനിയായ സുനീതിയെ അവഗണിച്ചു. സുനീതിക്ക് ധ്രുവൻ എന്ന കുമാരനും സുരുചിക്ക് ഉത്തമൻ എന്ന കുമാരനും ജനിച്ചു. സുനീതിയെ കൊട്ടാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക പതിവായിരുന്നു. ഒരിക്കൽ സുരുചി ധ്രുവകുമാരനോട് പറഞ്ഞു, നിനക്ക് പിതാവിന്റെ പരിചരണം കിട്ടണമെങ്കിൽ എന്റെ ശരീരത്തിൽ വന്നു പിറക്കണം. അതിന് പുരുഷോത്തമനായ ഭഗവാനെ ആരാധിച്ച് അനുഗ്രഹം നേടിയാൽ, കഠിന തപം ചെയ്ത് ആ സൗഭാഗ്യം നേടിയാൽ നിനക്ക് അഭീഷ്ട സിദ്ധി ഉണ്ടാകും. ജന്മം മരണം. ഈ ക്രൂരമായ വാക്കുകൾ ധ്രുവന്റെ കുഞ്ഞു ഹൃദയം തകർത്തു. അടിയേറ്റ സർപ്പത്തെ പോലെ വിശ്വസിച്ചു. ചുണ്ടുകൾ വിറച്ചു. പിതാവിന്റെ മൗനം ഏറെ വേദനിപ്പിച്ചു. സ്വമാതാവിന്റെ അരികിലെത്തി സങ്കടം പറഞ്ഞു. കഠിന വ്യഥയാൽ സുനീതി മാതാവ് കരിഞ്ഞ വല്ലി പോലെ വാടിത്തളർന്നു. മനസ്സ് സമനിലയിലെത്തിയപ്പോൾ, ഒന്ന് ചിന്തിച്ചപ്പോൾ ഇതിനൊക്കെ ഹേതുഭൂതൻ രാജാവ് തന്നെ എന്ന് മനസ്സിലാക്കി. ഒന്നുകൂടി ചിന്തിച്ചപ്പോൾ അവനവന്റെ സുഖ ദുഃഖങ്ങൾക്ക് കാരണം അവനവൻ തന്നെയാണ്. കർമ്മശിഷ്ടം എന്ന് ബോധ്യമായി. സുനീതി മാതാവ് ധൈര്യം വീണ്ടെടുത്തു. സുരുചിയുടെ വാക്കുകളിൽ അമൃത കണങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. വാസുദേവ പാദവർക്കും അവലംബമാക്കുക. ഭക്തലോകാനുഗ്രഹം ഭഗവതിച്ഛയാണ്. ഉദ്ഗതിക്ക് കാരണം അതുമാത്രമാണെന്ന സത്യം നീ തിരിച്ചറിയണം. ആദ്യ ഗുരുവായ മാതാവിന്റെ സാരഗർഭമായ സതുപദേശം ധ്രുവകുമാരൻ പൂർണ്ണമായും കേട്ടു. മഹാപദവി, നിന്റെ പൂർവികർ മഹാപദവി നേടിയത് കഠിനമായ തപം ചെയ്ത് സൗഭാഗ്യം നേടിയത് കൊണ്ടാണ്. പരിപക്വമായ ഈ ഭഗവത് സേവാമാർഗം സുനീതി മകൻ ഉപദേശിച്ചു. സർവോത്തമത്വം ഭഗവാനിൽ മാത്രം. ദുഃഖത്തോടെ വിളിക്കുന്നിടത്ത് ഭഗവാൻ എത്തിയേ തീരൂ. ആരിലും ദ്വേഷബുദ്ധി ഇല്ലാതാവണം. സ്വമാതാവിനെ വണങ്ങി മാതാവിന്റെ വാക്കുകളിലെ ഉപദേശം സ്വീകരിച്ച് ധ്രുവകുമാരൻ രാജധാനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. യോഗശക്തിയാൽ സർവവും തിരിച്ചറിഞ്ഞ ത്രികാലജ്ഞാനിയായ നാരദ മഹർഷി, വാഗ്വിദാംബരനും തപസ്വാധ്യായ നിരതനുമായ നാരദ മഹർഷി ധ്രുവന്റെ പാതയിലെത്തി. മാതാവിന്റെ വാക്കുകളിലെ വിശ്വാസവുമായി ഭാവശുദ്ധിയാർന്ന മനസ്സോടുകൂടി ദുഃഖാകുലനായി നടക്കുന്ന ധ്രുവകുമാരനെ കണ്ട് മഹർഷി വിസ്മയാധീനനായി. നാരദ മഹർഷി ധ്രുവന്റെ പാതയിലെത്തി. കാരുണ്യത്തോടെ മൂർധാവിൽ കരം വച്ച് അനുഗ്രഹിച്ചു. നാരദ മഹർഷി തപസ്സനുഷ്ഠിക്കാൻ പുറപ്പെട്ട ധ്രുവകുമാരനെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. മഹായോഗികൾക്ക് പോലും ലഭിക്കാത്ത ദർശനം നിനക്ക് എങ്ങനെ സാധ്യമാകും? അതിനാൽ രാജധാനിയിലേക്ക് മടങ്ങി പോവുക. ധ്രുവന്റെ നിശ്ചയം തീവ്രമായിരുന്നു. മഹർഷിയുടെ വാക്കുകൾ വൃഥാവിലായി. ധ്രുവന്റെ അചഞ്ചലമായ മനസ്സിലാക്കിയ നാരദ മഹർഷി
സുഖകരമായ മാർഗം തെളിയിച്ചു. ഹരിയുടെ നിത്യ സാന്നിധ്യമുള്ള യമുനാ തടത്തിലെ മധുവനത്തിൽ തീർത്ഥസ്നാനം കഴിച്ച് വൃക്ഷമൂലത്തിൽ ആസന്നനായി ശ്രീനാരായണനെ ഭജിക്കാൻ ഉപദേശവും നൽകി, അനുഗ്രഹിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രദീക്ഷയും നൽകി. യഥാർത്ഥ പിതാവ് ഭഗവാനാണ്, ഞാൻ നിന്നെയാണ് അർപ്പണം ചെയ്യുന്നത്. ആരാധനായോക്ഷണ പാദപത്മം അനന്യദൈവേ നിജഭാവിക മനസ്യ വസ്താഭ്യ ഭജസ്യ പുരുഷം. ആ ബാലൻ കഠിന വ്രതം ആരംഭിച്ചു. 5ാമത്തെ മാസം പ്രാണനിരോധം ചെയ്ത് ഒറ്റക്കാലിൽ നിശ്ചലം നിന്നു. ആ ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി നിലകൊണ്ടു. 6 മാസമായപ്പോൾ നിർവികൽപ സമാധിയിലെത്തി. വൃഷ്ടി സമഷ്ടികളുടെ ഐക്യരൂപത്താൽ ശരീരത്തിലെ പ്രാണൻ നിന്നതോടെ വിശ്വപ്രാണനും നിശ്ചലമായി. പ്രപഞ്ചം സ്തബ്ധം. സംഭൂമാധിക്യത്താൽ ദേവന്മാർ വിഷ്ണു സമീപത്തേക്ക് ഓടിയെത്തി. ഭഗവാൻ അവരെ സമാധാനിപ്പിച്ച് വിട്ടയച്ച ശേഷം മധുവനത്തിലേക്ക് യാത്രയായി. ധ്രുവന് ഭഗവാനെ ദർശിക്കുന്നതിലും അധികം ആഗ്രഹത്തോടെ ധ്രുവനെ ദർശിക്കാൻ ശ്രീഹരി യമുനാ തീരത്തിൽ എത്തി. ധ്രുവന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായി. അന്തരംഗത്തിൽ ഭഗവത് സ്വരൂപം മനസ്സിൽ ഉറച്ചു ലയിച്ച് ധ്രുവകുമാരൻ കണ്ണുകൾ തുറന്നില്ല. ഭഗവാൻ ഉള്ളിലെ രൂപം സാവധാനം മറക്കവേ ധ്രുവൻ പരിഭ്രമത്തോടെ കണ്ണുകൾ തുറന്നു. ഹരിയുടെ വിശ്വവൈദ്യമായ തേജസ്വരൂപം പുറമെ തെളിഞ്ഞു. ആനന്ദമഗ്നനായി, പക്ഷെ സ്തുതിക്കാനായില്ല. എന്തു വേണ്ടു എന്നറിയാതെ പരിഭ്രമിച്ചു നിന്ന ആ ബാലൻ വാഴ്ത്തിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എന്തു ചെയ്യാം, ഒന്നും അറിഞ്ഞുകൂടാ. വാത്സല്യപൂർവം ഭഗവാൻ ശ്രീഹരി ശംഖം കൊണ്ട് കുട്ടിയുടെ കവിളിലൊന്നു തൊട്ടു. ബ്രഹ്മമയമായ കമ്പുവിന്റെ സ്പർശനമേറ്റ് ആ നാരദ ശിഷ്യൻ ധ്രുവപദത്തിന് അർഹനായി തീർന്നു. വിഷ്ണുവിന്റെ ശംഖം അമൃതമാണ്, വേദമാണ്. ധ്രുവനിൽ നിന്ന് ഉയർന്നത് ഉപനിഷത് തത്വങ്ങളാണ്. അവാം തത്വം തരവരം എന്ന് ഭാഗവതം നമ്മോട് പറയുന്നു. ധ്രുവന്റെ വാക്കുകൾ ശ്രവിച്ച ശ്രീഹരി, നിനക്ക് ഭദ്രം ഭവിക്കട്ടെ. നിനക്കു ഞാൻ അന്യർക്ക് പ്രാപിക്കാൻ സാധിക്കാത്തതും സ്ഥിരം പ്രകാശ നിർഭരവുമായ വാസസ്ഥാനം വാഗ്ദാനം ചെയ്യുന്നു. സൂര്യാദി നവഗ്രഹങ്ങളും അശ്വന്യാദി 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന ജ്യോതിർമണ്ഡലം യാതൊരു സ്ഥാനത്തിൽ നിബന്ധിക്കുന്നതോ നാശമില്ലാത്തതായ ആ സ്ഥാനം നിനക്ക് ഞാൻ നൽകുന്നു. ധ്രുവൻ നോക്കി നിൽക്കെ ശ്രീഹരി ഗരുഡോപരി യാത്രയായി. വിഷ്ണുനാരായണനായ ധ്രുവൻ മൃത്യുദേവന്റെ കുനിഞ്ഞ ശിരസിൽ പാദങ്ങൾ ഊന്നിച്ചവിട്ടി ദേവരഥമേറി വൈകുണ്ഠപദത്തിലേക്കുയർന്നു. അമർത്യത സാക്ഷാത്കരിച്ചു. ശാശ്വത നക്ഷത്രമായി ഇന്നും ആകാശത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ധ്രുവ നക്ഷത്രം തമേവ വിദിത്വ അതിമൃത്യുമേതി. ആ ഒറ്റൊരാളെ തിരിച്ചറിഞ്ഞാലേ മൃത്യുവിനെ അതിക്രമിക്കാൻ സാധിക്കും. ധ്രുവൻ ആ ഏക സത്യത്തെ സത്യസ്വരൂപനെ അറിഞ്ഞു. അമർത്യത സാക്ഷാത്കരിച്ചു. മാനവ ചരിത്രത്തിൽ നിരവധി സംസ്കാരങ്ങൾ ഉദിച്ചസ്തമിച്ചിട്ടും ഭാരതീയ സംസ്കാരം സചേതനമായി നിലനിൽക്കുന്നത് അത്ഭുതകരമായി കാണണം. പുതിയ സാഹചര്യങ്ങളോടും പ്രതിബന്ധങ്ങളോടും പൊരുത്തപ്പെടാൻ കഴിയാതാകുമ്പോൾ പല ജീവികളും അപ്രത്യക്ഷമാകുന്നു. ധ്രുവന് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനു പിന്നിലെ ശക്തിയെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ പറയുകയുണ്ടായി, നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഉറപ്പിന്നി അകവും പുറവും തെങ്ങും മഹിമാവാർന്ന നിൽപ്പതം പുകഴ്ത്തുന്നു ഞങ്ങളെന്ന് ഭഗവാനെ ജീവിക്കുക. ഇവിടെ സത്യസ്വരൂപനെ തിരിച്ചറിഞ്ഞ ധ്രുവകുമാരനും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഗുരുവായ നാരദ മഹർഷിയിൽ നിന്ന് ലഭിച്ച ബ്രഹ്മസൂത്രങ്ങളും ഉപദേശങ്ങളുമെല്ലാം പരമപഥത്തിലെത്താൻ സഹായിച്ച തത്വങ്ങളാണ്. ഭാരതീയ വിജ്ഞാന ശാഖകൾ 18 ഹൃദിസ്ഥമാക്കാൻ കഴിയും. 4 വേദങ്ങളും 4 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളും
മീമാംസ, ന്യായം, ധർമ്മശാസ്ത്രം എന്നിവയെല്ലാം ചേർന്ന സർവവിജ്ഞാനം. ഇതിനെയെല്ലാം ചേർത്ത് പണ്ഡിതന്മാർ സരസ് എന്ന് പറയും. സരസുകൾ ഒത്തുചേരുമ്പോൾ സരസ്വതിയാകും. ഇതെല്ലാം മനസ്സിലാക്കിയ ധ്രുവകുമാരൻ പരമപഥത്തിലെത്തിയതിൽ അത്ഭുതപ്പെടാനില്ല. പ്രപഞ്ച പരിപാലകനായ മഹാവിഷ്ണുവിന്റെ ലീലകളുടെ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത് പൂർണ്ണ പുണ്യാവതാരമായ ശ്രീകൃഷ്ണന്റെ ലീലയുടെ മഹിമ കൊണ്ടാണ്. അനന്തതയുടെ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അഖണ്ഡ ഭാരതത്തിന്റെ ആത്മതേജസായി ലോകത്തിന് വഴികാട്ടിയ ജഗദ്ഗുരു. ഗുരു വെളിച്ചമാണ്. ആത്മബോധത്തിന്റെയും ആത്മോത്കർഷത്തിന്റെയും പ്രകാശ ലോകങ്ങളിലേക്ക് മനുഷ്യരാശിയെ കാലവും കൂട്ടിക്കൊണ്ടുപോകാൻ അവതരിച്ച ജഗന്നിയന്താവാണ്. എത്ര കീർത്തിച്ചാലും ആരാധിച്ചാലും ആ കീർത്തനങ്ങൾക്കും ആരാധനകൾക്കും അപ്പുറം ആമേയമായ ഒരു അദൃശ്യ ശക്തി എവിടെയും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ സ്വരൂപൻ തന്നെ. ആ സ്വരൂപൻ നമുക്ക് കണ്ണനാവുണ്ണിയാണ്, കാറൊളി വർമ്മനാണ്, കാരുണ്യമൂർത്തിയാണ്. ശ്രീകൃഷ്ണനില്ലാത്ത ഒരു ഭാരതം നമുക്ക് സങ്കല്പിക്കാനാവില്ല. ഇവിടുത്തെ കലയിൽ, സാഹിത്യത്തിൽ, എന്തിന് വ്യക്തി ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലും ഇത്രയേറെ സഞ്ചാലകമായ വ്യക്തിത്വത്തിന്റെ ദീപ്തി പരത്തിയിട്ടുള്ള മറ്റൊരു കഥാപുരുഷനെ കാണാൻ കഴിയുമോ? ഒരു മതത്തിന്റെയോ ദേശത്തിന്റെയോ അതിരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താനാകാത്ത വിശ്വമാനവികതയുടെ ഉജ്ജ്വല പ്രതീകം. സർവചരാചര പ്രേമത്തിന്റെയും സർവോത്കർഷത്തിന്റെയും സമ്മോഹനമായ സമ്മേളനം നാം ശ്രീകൃഷ്ണനിൽ കാണുന്നു. ഇതുവരെ നമ്മുടെ മൃദുല വികാരങ്ങളെയും കണ്ണീരിനെയും ഇളക്കി വിട്ട കൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗീതയിലെ കൃഷ്ണൻ ഒരു ജനതയെ മുഴുവൻ ഉദ്ധരിക്കുവാനും അവരെ ചലിപ്പിക്കുവാനുമാണ് വന്നത്. ഭാരതീയ ദാർശനിക പാരമ്പര്യത്തെ ഇത്രയേറെ പോഷിപ്പിച്ചതും ശക്തിപ്പെടുത്തിയതും ശ്രീകൃഷ്ണനാണ്. ഭാരതത്തിന്റെ സമസ്ത തലങ്ങളിലും ഇത്രയേറെ സഞ്ചാലകമായ വ്യക്തിത്വത്തിന്റെ ദീപ്തി പരത്തിയിട്ടുള്ള മറ്റൊരു കഥാപുരുഷനെ കാണാൻ കഴിയുമോ? എത്ര രാഗങ്ങളിൽ, എത്ര കാലങ്ങളായി, എത്ര ഭാഷകളിൽ നാം കൃഷ്ണ കീർത്തനം പാടുന്നു. മഹാകവികളുടെ അലങ്കാര ഭാഷയിൽ, നാടോടി ഗായകന്റെ ഗ്രാമ്യ ഭാഷയിൽ, സ്ത്രീകളുടെ സ്നേഹഭാഷയിൽ, ശകാര ഭാഷയിൽ, ഭക്തകവികളുടെ ആനന്ദാശ്രു വീണു നനഞ്ഞ ഗദ്ഗദാക്ഷരങ്ങളിൽ എന്നും കൃഷ്ണൻ എഴുതിക്കുന്നു. ആ വിളിയുടെ മാറ്റൊലിയാണ് ഭാരതത്തിലെ എല്ലാ ഭാഷാ സാഹിത്യത്തിലും മന്ത്രമധുരമായി മുഴങ്ങി കേൾക്കുന്നത്. അതേ കണ്ണൻ കപട ഗോപാലൻ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും ജഗൻമോഹനം എന്നല്ലേ പറയേണ്ടത്. കൽത്തുറങ്കിൽ പിറന്നു വീണ നാൾ മുതൽ കാട്ടാളന്റെ കണയേറ്റു കാൽത്താർ വേണ്ട ദിനം വരെ ആ മഹനീയ കൃഷ്ണൻ ഈ ജീവ പ്രപഞ്ചത്തിന്റെ കണ്ണുകൾക്ക് വിസ്മയം പകർന്ന താമര കണ്ണനായിരുന്നു. മഞ്ഞപ്പട്ടുടയാട ചുറ്റി മയിൽപീലി കിരീടം ചൂടി പൊന്നോട കുഴലൂതി നിൽക്കുന്ന ആ കാർവർണ്ണനെ താലോലിക്കാൻ ഏതു ഭക്ത ഹൃദയമാണ് കൊതിച്ചു പോകാത്തത്? ഏതു സിദ്ധമാനസമാണ് ആ ജഗദ്ഗുരുവിന്റെ ചരണസ്മൃതികളിൽ നമിച്ചു നിൽക്കാത്തത്? ഇന്നും അതിലൊരു കുറവും സംഭവിച്ചിട്ടില്ല. കവിയും ഗാനരചയിതാക്കളും ശ്രീകൃഷ്ണന്റെ വിശ്വവര്യമായ രൂപങ്ങളെ കുറിച്ചും ഭാവങ്ങളെ കുറിച്ചും പാടിക്കൊണ്ടേയിരിക്കുന്നു. ആ പാട്ട് അസ്തമിക്കുന്ന കാലം ഉണ്ടാവുകയില്ല. അതിന് മനസ്സും പ്രാദേശികവും ഒന്നും ഒരു പ്രശ്നവുമാകുന്നില്ല. സർവപ്രപഞ്ചത്തിലും സൗഖ്യമരുളുന്ന പ്രേമ സ്വരൂപനായ ഭഗവാൻ പൂർണ്ണ പുണ്യാവതാരമായി വാഴ്ത്തപ്പെടുന്നു. ആ ഭഗവാനെ മനക്കണ്ണുകൊണ്ട് കണ്ട കവി യൂസഫലി കേച്ചേരിയുടെ ഹൃദയത്തിൽ നിന്നും വന്ന വരികൾ: കണ്ടേൻ മേജക മേഘകാന്തികലരും നറും തേനങ്ങിച്ചെന്തെന്തും ചൊടിയും തൊടുത്ത കവിടും വില്ലൊത്ത വാച്ചിന്റെയും. ആ കമനീയ കൃഷ്ണൻ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേമ സ്വരൂപൻ തന്നെ. ആ സ്വരൂപനെ അല്ലാതെ മറ്റാരെയാണ് ആരാധിക്കേണ്ടത് എന്ന് ചോദിക്കുന്നവർ ഉദ്ധരിക്കുന്ന കാവ്യസകലം കൂടി ശ്രദ്ധിക്കണം. ആകാശാത്പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്ത് നിന്ന് പൊഴിക്കുന്ന മഴത്തുള്ളികൾ എപ്രകാരമാണോ കടലിൽ ചെന്ന് പതിക്കുന്നത്, അതുപോലെ
ഏതൊരു ഈശ്വര പൂജയും ദേവപൂജയും ഈശ്വരനിൽ, കേശവനിൽ, പരബ്രഹ്മത്തിലാണ് വന്നു ചെയ്യുന്നത്. ആ പരബ്രഹ്മത്തെയല്ലാതെ, പരബ്രഹ്മ സ്വരൂപനെയല്ലാതെ മറ്റൊന്നിനെയും കാണുവാനും അറിയുവാനും കഴിയാത്ത ഒരനുഗ്രഹീത ജന്മത്തിനായുള്ള പ്രാർത്ഥന രാധാമാധവത്തിലൂടെ കൃഷ്ണമേനോൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കണ്ണിൽ കാണുന്നതെല്ലാം, ചെവികളിൽ അണയും ശബ്ദമെല്ലാം, മനസ്സിൽ ചിന്നി പൊങ്ങുന്നതെല്ലാം, പാവതറിവതും ചെയ്തതും കേൾപ്പതെല്ലാം, ഒന്നായി വേറായി നൂറായി, അരികിൽ അകലയായി, സ്ഥൂലമായി സൂക്ഷ്മമായി, പിന്നെ സത്തായ സത്തായി, അതിലുപരിയായി നിത്യവും നിൽപ്പതും നീ. ഈ അഭേദഭാവത്തിലാണ് അദ്വൈതത്തിന്റെ ദീപ്തി അനന്തശായിയായി തീരുന്നത്. ഭഗവാന്റെ അവതാര മഹത്വം വർണ്ണിക്കുവാൻ ആർക്കുമാവില്ല. അവതാര പുരുഷന്മാരേറെയുണ്ട്. എന്നാൽ അവരുടെ എല്ലാം കഥകൾ പ്രൗഢ ഗംഭീര ദശകങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നവയാണ്. ശ്രീകൃഷ്ണന്റെ നാം അറിയുന്ന ജീവിതത്തിലേറെയും ശൈവ ബാല്യ കൗമാര ഘട്ടങ്ങളിലേതാണ്. ആ ലീലകളുടെ ഹൃദ്യത, ആ സൗമ്യത, ആ പ്രസന്നത, അങ്ങനെ നോക്കിയാൽ മേൽപ്പത്തൂർ പാടിയതുപോലെ സൗന്ദര്യോത്തരതോപി സുന്ദരതകൾ. ആ കൃഷ്ണനെ നാം അറിയണം, നമ്മുടെ തലമുറ അറിയണം. ആ അറിവ് ഒരു നിറവാണ്, ഒരു നിറവാണ്, ഒരു സംസ്കൃതിയുടെ മുഴുവൻ തെളിവിലുറവയാണ്. ഗോപസ്ത്രീകൾ എന്നും പാടിക്കൊണ്ടേയിരുന്നു, കൃഷ്ണ അവിടുന്ന് ഞങ്ങൾക്ക് ഹൃദയം തന്നെ, ആ ഹൃദയം ഞങ്ങൾ അവിടുത്തേക്ക് സമർപ്പിക്കും. ആ സമർപ്പണത്തിലൂടെ ഈ നാടിന്റെ മനസ്സ് തെളിച്ചെടുക്കാനുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയാവട്ടെ നമ്മുടെ ജീവിതം. അല്പജന്മം തന്നെ ധർമ്മ പ്രചരണം ജനമനസ്സുകളിൽ വെളിച്ചം പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അറിവില്ലായ്മയാണ് മനുഷ്യരെ ജീവിത ധർമ്മത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത്. മൂല്യാധിഷ്ഠിത ജീവിതത്തെ കുറിച്ചും അതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ചും വേദേതിഹാസ പുരാണങ്ങളിൽ സവിസ്തരം പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്കവ സുഗ്രഹമല്ല. അവ തെളിഞ്ഞ ഭാഷയിലും ലളിതമായ ശൈലിയിലും അവതരിപ്പിക്കുകയാണ് പുരാണങ്ങൾ ചെയ്യുന്നത്. ഈ പുരാണങ്ങളിൽ ചിലതെങ്കിലും വേണ്ട പോലെ അറിയാൻ കഴിഞ്ഞാൽ അവർ അമാനുഷികരായി തീരുമെന്ന് നിസ്സംശയം പറയാം. ലോകത്തിൽ ധർമ്മച്യുതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ചിന്തയിലും പ്രവൃത്തിയിലും ശ്രദ്ധയെ പറ്റിയുള്ള നിഷ്കർഷത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ത്യാഗബുദ്ധി കുറയുന്നു. വ്യക്തിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും യോജിച്ചതല്ല അത്. ഈശ്വരൻ, ജഗത്ത്, ജീവൻ എന്നിവ യഥാർത്ഥത്തിൽ ഒരേ പൊരുളിന്റെ നാമരൂപങ്ങളാണെന്നും സത്യമായുള്ളത് ഒന്നേ ഉള്ളൂ എന്നും അതിനെ സച്ചിദാനന്ദ ബ്രഹ്മമെന്നും മഹത്തുക്കൾ പറയുന്നു. ഏകം സദ്വിപ്രാഭൂതാവതന്തി എന്ന വാക്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യൻ കർമാനുഭവങ്ങൾക്കായി കർമ്മഭൂമിയിൽ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഈ മർത്യഭാവം നീങ്ങിയാൽ അമർത്യഭാവം തെളിയും. താൻ അമരനായ ആത്മാവാണെന്ന് മനസ്സിലാകും. അതിന് ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തി കൂടിയേ തീരും. ഈശ്വര സ്മരണയിൽ മനോമാലിന്യമകന്ന് ചിദാനന്ദ പ്രകാശത്തിന് തെളിയണം. അതാണ് ജീവിത ധന്യതയ്ക്ക് ആധാരം. അതാണ് ജീവിത ധന്യതയ്ക്ക് ആധാരം. ജീവിതം സുഖ ദുഃഖ സങ്കുലമാണ്. ഏതനുഭവത്തെയും സമചിത്തതയോടെ നേരിടാനുള്ള കഴിവാണ് ആർജിച്ചെടുക്കേണ്ടത്. ആ കഴിവ് നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സർവർക്കും ഭദ്രാവസ്ഥ കാണുവാനാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.